അപ്പോൾ ഇപ്പോഴേ നോക്കി തുടങ്ങിയാലേ കാര്യങ്ങൾ അതിന്റെ രീതിയിൽ നടക്കും. ഫസ്റ്റ് മൊഡ്യൂൾ നോക്കിയ ആരെങ്കിലും നോക്കുന്നുണ്ടാ? വെച്ച സ്ഥലത്ത് തന്നെയാ. ലാസ്റ്റ് ഇങ്ങനെ വരിക എന്നുള്ള ഇതിൽ തന്നെയാ. എന്തൊക്കെയാ വിഷ്ണു ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്ന മേജർ ടോപ്പിക്സ് ഏതൊക്കെയാ? സർ എന്തൊക്കെയാ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന മെയിൻ ടോപ്പിക്സ്? ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടീസ്, പിന്നെ പിന്നെ പ്രഷർ മാനോമീറ്റർ. എന്താണ് കുറച്ച് വർഷത്തിൽ പറയാമോ? മാനോമീറ്റർ. മാനോമീറ്റർ. പിന്നെ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ്. ബോയൻസി. ഇതൊക്കെയാണ് മെയിൻലി ടോപ്പിക്. മെയിൻലി വരുന്നത് ഇനീഷ്യലി നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ നോക്കുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, റൈറ്റ്? പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, ഡെൻസിറ്റി, വിസ്കോസിറ്റി, ദെൻ വേപ്പർ പ്രഷർ, സർഫസ് ടെൻഷൻ, ഇതൊക്കെയായിരുന്നു, റൈറ്റ്? അങ്ങനെ പ്രോപ്പർട്ടീസിന്റെ ഏരിയയിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഡയറക്ട്ലി ചോദിക്കാറില്ല. പക്ഷെ ഇതുമായി റിലേറ്റഡ് ആയിട്ട് തന്നെ വേപ്പർ പ്രഷറിന്റെ ഒന്ന് രണ്ട് ഡിഫൈനിങ് പോലത്തെ ഏരിയ, ഒന്ന് വേപ്പർ പ്രഷർ ഒന്ന് കറക്റ്റ് ആയിട്ട് നോക്കുക. വേപ്പർ പ്രഷറും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാവിറ്റേഷനും. ഓക്കെ, ഈ ഏരിയ ഒന്ന് വൃത്തിയായിട്ട് നോക്കണം. വേപ്പർ പ്രഷർ പ്ലസ് കാവിറ്റേഷൻ. പിന്നെ ആ ഏരിയയിൽ വരുന്നത്, പ്രോപ്പർട്ടീസിന്റെ ഏരിയയിൽ വരുന്നത് ഒന്ന് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ആണ്. ദാറ്റ് ഈസ് ടൗ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ എന്ന് പറയുന്നത്. ഓക്കെ, ടൗ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ എന്നുള്ളത് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. അതൊന്ന് നോക്കുക വൃത്തിയായിട്ട്. ആ പ്രോപ്പർട്ടീസിന്റെ ഏരിയസിന് മെയിൻ ആയിട്ട് വരുന്നത് ഇതൊക്കെയാണ്. ഈ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി, വേപ്പർ പ്രഷർ റിലേറ്റഡ് ആയിട്ടുള്ള കാവിറ്റേഷൻ. ഓക്കെ, ദെൻ പ്രോപ്പർട്ടീസ് കഴിഞ്ഞ് നമ്മൾ വരുന്നത് നേരെ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സിലേക്കാണ്. ജസ്റ്റ് നമുക്ക് ആ ഫസ്റ്റ് മോഡ്യൂളിന്റെ PPT ഒന്ന് സ്പീഡപ്പായിട്ടൊന്ന് ബ്രഷപ്പ് ചെയ്ത് നോക്കാം. ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സിലോട്ട് വരും. ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സിൽ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഗേജ് പ്രഷർ, അബ്സല്യൂട്ട് പ്രഷർ, വാക്വം പ്രഷർ. ഇതിനെ ഒന്ന് കൃത്യമായിട്ട് നോക്കാൻ വേണ്ടി, എന്താണ് ഗേജ് പ്രഷർ, എന്താണ് അബ്സല്യൂട്ട്, എന്താണ് വാക്വം പ്രഷർ, റൈറ്റ്? നമ്മൾ സീരീസിനും പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ടാണ് വരിക. വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനോ ഡെറിവേഷനോ പോലത്തെ അല്ലാതെ വരുന്ന ഇങ്ങനത്തെയാണ്. പിന്നെ പാസ്കൽസ് ലോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാസ്കൽസ് ലോന്റെ ഡെറിവേഷനും പാസ്കൽസ് ലോന്റെ ഇക്വേഷൻസും. ഓക്കെ, മേജർ പാസ്കൽസ് ലോന്റെ ഡെറിവേഷൻ എന്താ പാസ്കൽസ് ലോ എന്ന് മനസ്സിലാക്കുക. അതായത് ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുത്താൽ എല്ലാ ഡയറക്ഷനിലേക്കും XYZ ഡയറക്ഷൻ, ഒരു പർട്ടിക്കുലർ ഡെപ്തിന് അറ്റ് എനി പോയിന്റ് pressure will be same in all direction. That is Pascal's law, right? Pascal's law and derivation വൃത്തിയായിട്ട് നോക്കണം. Then Pascal's law and definition വേണം. Similarly, hydrostatic law അങ്ങനെ ഒരു ഡെറിവേഷൻ ചോദിച്ചു കണ്ടില്ല. പക്ഷെ ഇക്വേഷൻ P is equal to rho GH അത്ര ഇമ്പോർട്ടന്റ് ആണ്. P is equal to rho GH. Okay, P is equal to rho GH ന്റെ ഇക്വേഷൻ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ അല്ലേ. ഓക്കെ, സോ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ പ്രോബ്ലത്തിലും ഡെഫിനറ്റ് ആയിട്ടും യൂട്യൂബ് മാനോമീറ്റർ ആയിക്കോട്ടെ എന്തിന്റെ ആയാലും P is equal to rho GH ന്റെ ഇക്വേഷൻ ഡെഫിനറ്റ്ലി ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഡെറിവേഷൻ കുറവാണ്. പാസ്കൽസ് ലോ ഡെറിവേഷൻ മസ്റ്റ് ആണ്. അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, ആ ഒരു തരത്തിൽ സ്ട്രെസ് ചെയ്തിട്ട് തന്നെ പഠിക്കാൻ നോക്കുക. ഏതൊക്കെ തരത്തിലാണ് പിന്നെ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ഒന്നും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? അല്ലെ ജസ്റ്റ് കൺസെപ്റ്റ് വൈസ് മനസ്സിലാക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ഉള്ളത്, പ്രഷർ മെഷർമെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്. മാനോമീറ്റർ ഉണ്ട്, മെക്കാനിക്കൽ ഏജ് ഉണ്ട്, മാനോമീറ്ററിന് സിമ്പിൾ ഉണ്ട്, ഡിഫറൻഷ്യൽ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതിലിപ്പോ നമുക്ക് സിമ്പിളിന്റെ കേസിൽ നമുക്ക് സിമ്പിൾ യൂട്യൂബ് മാനോമീറ്റർ പ്രോബ്ലംസ് പരമാവധി വരുന്നതൊക്കെ നോർമൽ സിമ്പിൾ യൂട്യൂബ് മാനോമീറ്ററിനാണ്. പിന്നെ ഡിഫറൻഷ്യലും ഇൻവേർട്ടഡും ഇത് രണ്ടും ക്വസ്റ്റ്യൻസ് വരാം, എങ്ങനെ വേണമെങ്കിലും വരാം. കൂടുതൽ മെജോറിറ്റി ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് പറയുന്നത്
ഡിഫറൻഷ്യൽ ആണ്. ഓക്കെ, ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ. ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്ററിന്റെ പ്രോബ്ലംസ് ഉറപ്പാണ്, ഫസ്റ്റ് ആയിട്ട് വരും. ഓക്കെ, അതിന് അത്ര ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കാൻ നോക്കുക. ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്ററിന്റെ പ്രോബ്ലംസ് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടാണ്. ഇതിന്റെ കൺസെപ്റ്റ് വൈസ് കുറവായിരിക്കും. പീസോമീറ്റർ ഒക്കെ എപ്പോഴും ചോദിച്ചാലായിരുന്നു ജസ്റ്റ് എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക, ആ ഒരു തരത്തിലേ വരും. ഓക്കെ, ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഇതിന്റെ പ്രോബ്ലംസ് നമ്മൾ ക്ലാസ് ചെയ്തതും ഇപ്പൊ ലാസ്റ്റ് ക്ലാസ് ചെയ്തതുമായിട്ടുള്ള എല്ലാ പ്രോബ്ലംസും വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലം തന്നെ വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് മതി. അതിന് കൂടുതൽ നിങ്ങൾ പഠിക്കണമെന്നൊന്നുമില്ല. ക്ലാസ്സിൽ ചെയ്ത എല്ലാ വർക്ക്ഔട്ട് ചെയ്ത പ്രോബ്ലംസും വൃത്തിയായിട്ട് നോക്കുക. ഓക്കെ, അത് എങ്ങനെ ചെയ്യുന്നു, എവിടെ ചെയ്യുന്നു, ആ മെത്തേഡ് എന്താണ്, കൃത്യമായിട്ട് ആ പ്രോസസ് ഒന്ന് ആ ക്ലാസ് ചെയ്ത പ്രോബ്ലം ഒക്കെ എടുത്ത് വെച്ചിട്ട് ഒന്ന് ചെയ്തു നോക്കുക റിപ്പീറ്റഡ് ആയിട്ട്. ഓക്കെ, ഒരുവിധം എല്ലാ കൈൻഡ് ഓഫ് പ്രോബ്ലംസും ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഈ യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ കൃത്യമായിട്ട് ചോദിക്കുന്നതാണ്. ആ ക്ലാസ് ചെയ്ത പ്രോബ്ലം ഒന്ന് തറവായിട്ടുണ്ടെങ്കിൽ ആ ടൈപ്പിൽ വന്ന് ഏത് പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യം നോക്കാം. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് സർഫസ്. അത് ഇൻക്ലൈൻഡ് സർഫസ്, ഇൻക്ലൈൻഡ് സർഫസിന്റെ ഡെറിവേഷൻസ്. ഓക്കെ, ഫിഗർ വൃത്തിയായിട്ട് നോക്കുക. ഇതൊക്കെ നമ്മുടെ സീരീസ് എക്സാമിന് വേണ്ടി പഠിച്ച കാര്യങ്ങളാണ്. ഇൻക്ലൈൻഡ് സർഫസിന്റെ ഫിഗർ വളരെ ഇമ്പോർട്ടന്റ്. ഫിഗർ നോക്കാം, അതിന്റെ ഡെറിവേഷൻസ്. ഓക്കെ, പക്ഷെ എപ്പോഴും പ്രോബ്ലം ചോദിക്കുന്നത് ഈ ബേസ് ചെയ്തിട്ടാണ്. ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഒ ജി എ എച്ച് ബാർ. ഓക്കെ, ഒ ജി എ എച്ച് ബാർ ഇക്വേഷൻസ് കൃത്യമായിട്ട് ഓർമ്മ വേണം. അതിന്റെ പ്രോബ്ലം എങ്ങനെ വേണം ചോദിക്കാം. സോ ഫസ്റ്റ് പ്രോപ്പർട്ടീസ് പറഞ്ഞു, പിന്നെ ഡിഫറൻഷ്യൽ മാനോമീറ്റർ, കൈനമാറ്റിക് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള എന്തായാലും വേപ്പർ പ്രഷർ, വിസ്കോസിറ്റി, then Pascal's law, manometry, then total pressure force. ഓക്കെ, ഇതിന്റെയൊക്കെ പ്രോബ്ലംസ് ആണ് നമ്മൾ നേരത്തെ നോക്കിക്കൊണ്ടിരുന്നത്. ടോട്ടൽ പ്രഷർ ഫോഴ്സിന്റെ ഡെറിവേഷൻസ് ചോദിക്കാം. സെന്റർ ഓഫ് പ്രഷർ, സെന്റർ ഓഫ് പ്രഷറിന്റെ ഡിഫിനിഷൻ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട് മുന്നേ. വാട്ട് ഈസ് സെന്റർ ഓഫ് പ്രഷർ? ഓക്കെ, സെന്റർ ഓഫ് പ്രഷർ എന്താണ്, സെന്റർ ഓഫ് പ്രഷറിന്റെ ഇക്വേഷൻ എന്താണ്? ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കുക. ജസ്റ്റ് ആ ഇമ്പോർട്ടൻസ് പറയുന്നത് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എന്തൊക്കെയാ പറയുന്നത് ക്ലാസ്സിൽ പറയുന്നത് വെച്ചാൽ അതനുസരിച്ച് പഠിക്കുമ്പോൾ, എപ്പോഴും എക്സാമിന് പഠിക്കുമ്പോൾ നമ്മളൊരു സ്ട്രെസ്ഡ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ പഠിച്ചില്ല നമുക്ക് ആ ടൈം മാനേജ് ചെയ്യാൻ പറ്റില്ല. ടൈം മാനേജ് ചെയ്ത് പഠിക്കണമെങ്കിൽ നമുക്ക് എന്താ ഇമ്പോർട്ടന്റ്, ഏത് ടൈപ്പിലാ ക്വസ്റ്റ്യൻസ് വരെ, ഏത് ഏരിയ എന്നാണ് നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കുന്നത്, ഏത് ഏരിയ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ള തരത്തിലൊരു ഐഡിയ ഉണ്ടായിരിക്കണം നമുക്ക്. ആ ഐഡിയക്ക് അനുസരിച്ചിട്ട് പഠിക്കാൻ നോക്കുക. ഓക്കെ, സോ സെന്റർ ഓഫ് പ്രഷർ ആ ഡെഫിനേഷൻ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. വാട്ട് ഈസ് സെന്റർ ഓഫ് പ്രഷർ, അതിന്റെ ഇക്വേഷൻ എന്താണെന്നല്ലേ. ആ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുന്ന ഇക്വേഷൻ ഡെറിവേഷൻസ് മിക്കവാറും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. ചില കേസിൽ ഇത് ജനറൽ ഇക്വേഷൻ വെർട്ടിക്കൽ കണ്ടീഷനിലേക്ക് എത്ര വരും, ഹൊറിസോണ്ടൽ കണ്ടീഷനിലേക്ക് എന്ത് വരും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ഫർദർ ആയിട്ട് നിങ്ങൾ മാസ്റ്റേഴ്സ് ഒക്കെ എടുക്കുക അല്ലെങ്കിൽ ഗേറ്റ് ലെവൽ എക്സാം ഒക്കെ എഴുതുന്നുണ്ടെങ്കിൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സബ്മേർജ്ഡ് ബോഡി, ഫോഴ്സ് ഓൺ സബ്മേർജ്ഡ് ബോഡീസ് എന്നുള്ളത്. ഓക്കെ, അതിന് അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കാൻ നോക്കാം. സർഫസ് ഇക്വേഷൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്, തോൽസി കണ്ടിട്ടില്ല. ഓക്കെ, ദെൻ ബോയൻസിന്റെയും ഡെഫിനിഷൻ വൈസ് ചോദിക്കുന്നത് കുറവാണ്, പക്ഷെ പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Problems are very important. Similarly, stability of submerged bodies and stability of floating bodies. Okay, submerged, stability of submerged, stability of floating bodies. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ കണ്ടീഷൻസ് നമ്മൾ സീരീസിലേക്ക് എഴുതിയിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. അതായത് കണ്ടീഷൻ എങ്ങനെയാ, സെന്റർ ഓഫ് ബോയൻസി ഏത് തരത്തിൽ വരും, സ്റ്റെബിലിറ്റി സബ്മേർജിന്റെ കേസിൽ സെന്റർ ഓഫ് ബോയൻസി വരും, ഫ്ലോട്ടിങ്ങിന്റെ കേസിലാവും വേറെ പോയിന്റ് സെന്റർ ഓഫ് ഇത് വരും. അപ്പൊ അതിന്റെ അനുസരിച്ച് പി ആണെങ്കിൽ സെന്റർ ഓഫ് സബ്മേർജിന്റെ കേസിൽ പി ആണെങ്കിൽ മറ്റേ കേസിൽ എം ആയിരിക്കും. സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇതിന്റെ പൊസിഷൻ എങ്ങനെയായിരിക്കും, പി എവിടെ വരും, ജി എവിടെ വരും, അല്ലെ എം എവിടെ വരും, എം ജി എവിടെ വരും, ഇതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടില്ലേ ഇക്വിലിബ്രിയം കണ്ടീഷൻസ്, ന്യൂട്രൽ ഇക്വിലിബ്രിയം ആണോ, സ്റ്റേബിൾ ആണോ, അൺസ്റ്റേബിൾ ആണോ, അതിനെ ബേസ് ചെയ്തിട്ട് ചില ബേസിക് തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, ആ ബേസിക് തിയറി കുറിച്ച് അതിനനുസരിച്ച് കൃത്യമായിട്ട് നോക്കുക. വീഡിയോസ് ഒന്ന് വൃത്തിയായിട്ട് കാണുക, അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഒക്കെ. ഓക്കെ, ക്ലാസ്സിൽ മുൻകൂട്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ പറയുന്നത്, ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലംസ്, ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലംസ് വൃത്തിയായിട്ട് നോക്കുക.
ആ പ്രോബ്ലം തന്നെ ക്ലിയർ ആയിട്ട് കിട്ടിയാൽ മതി. ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലംസിന്റെ ഒരുവിധം എല്ലാ ടൈപ്പ് പ്രോബ്ലം ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞു, സബ്മേർജിന്റെയും ഫ്ലോട്ടിങ്ങിന്റെയും ഡിഫറെന്റ് കണ്ടീഷൻസ്, സ്റ്റേബിൾ കണ്ടീഷൻസ്. മെറ്റാസെൻട്രൽ എപ്പോഴും ചോദിക്കുന്നത് ഈ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ്. മെറ്റാസെൻട്രിക് ഹൈറ്റിന്റെ ഇക്വേഷൻ ഐ ബൈ ബി മൈനസ് ബി ജി. ഈ ബി ജി എന്താണ്, ബി ജി എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, ബി ജി സെന്റർ ഓഫ് ബോയൻസിയും സെന്റർ ഓഫ് ഗ്രാവിറ്റി തമ്മിലുള്ള ഡിസ്റ്റൻസ് ബി ജി. ഓക്കെ, അത് അൺസ്റ്റേബിൾ ചെയ്താൽ ന്യൂട്രൽ ചെയ്താൽ സ്റ്റേബിൾ. ഫ്ലോട്ടിംഗ് ബോഡിന്റെ കേസിൽ എമ്മും ജിയും ആണ് കമ്പയർ ചെയ്യുക. സബ്മേർജിന്റെ കേസിൽ ബിയും ജിയും ആണ് കമ്പയർ ചെയ്യാം. ഓക്കെ, ആ പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കുക. മെറ്റാസെൻട്രിക് ആയിട്ടുള്ള ഇക്വേഷൻസ് ഐ ബൈ ബി മൈനസ് ബി ജി. ഐ എന്താണ്? മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് സർഫസ് ഇന്റർസെക്റ്റിംഗ് ഫ്രീ സർഫസ്. ഓക്കെ, വി ഇസ് ദ ഡിസ്പ്ലേസ്ഡ് വോളിയം ഓഫ് ലിക്വിഡ് ആണ്. ടോട്ടൽ ബോഡീന്റെ വോളിയം അല്ല. നമ്മൾ ഇക്വേഷൻ പഠിക്കുമ്പോൾ അതിന്റെ നോട്ടേഷൻസ് കൂടെ കൃത്യമായിട്ട് പഠിക്കണം. എന്താണ് വി, എന്താണ് ഐ? ഓക്കെ, വി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്ഡ് വോളിയം ആണ്, ഡിസ്പ്ലേസ്ഡ് വോളിയം ഓഫ് ലിക്വിഡ്. ഓക്കെ, ഇത് ഈ ഏരിയ പിന്നെ അങ്ങനെ ക്വസ്റ്റ്യൻ അങ്ങനെ റിപ്പീറ്റഡ് ആയി ചോദിച്ച് കണ്ടിട്ടില്ല. ലിക്വിഡ് കണ്ടെയ്ൻ സബ്ജക്ട് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ഉള്ളത്. ഇതാണ് ഫസ്റ്റ് മോഡ്യൂളിന്റെ മേജർ ആയിട്ട് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഒരുവിധം പ്രോബ്ലംസ് ഒക്കെ റിപ്പീറ്റഡ് ആയി ചെയ്തിട്ടുണ്ട്. ഇനി ഒരു മെറ്റാസെൻട്രിക് ആയിട്ട് പോലത്തെ ഒരു പ്രോബ്ലം കൂടിയേ ബാക്കിയുള്ളൂ. ബാക്കി ഏരിയാസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരുവിധം പ്രോബ്ലംസ് ഒക്കെ. അപ്പൊ പഠിക്കുക, വൃത്തിയായിട്ട് പഠിച്ച് നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, അത് പെൻഡിങ് വെച്ച് പോയാൽ പിന്നീട് അതിൽ ബുദ്ധിമുട്ടായിട്ട് മാറും. ക്ലിയർ ആണ് ഇത്രയും പറഞ്ഞത്? മേജർ പോയിന്റ്സ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. സ്ട്രെസ് എവിടെ സ്ട്രെസ് ചെയ്ത് കൊടുക്കണോ അവിടെ സ്ട്രെസ് ചെയ്തിട്ട് തന്നെ പഠിക്കാൻ നോക്കുക. ആ തരത്തിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് കിട്ടും. അതുപോലെ തന്നെയാണ് സിമിലർലി സ്കോറിംഗ്. എങ്ങനെയാണ് സ്കോറിംഗ് പാറ്റേണിനെ ബേസ് ചെയ്തിട്ട് വേണം എക്സാം പഠിക്കുന്നത്. നോർമൽ കൺസെപ്റ്റ് പഠിക്കുന്ന പോലെ എല്ലാം ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, എക്സാം ഓറിയന്റഡ് ആയി പഠിക്കുമ്പോൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻസ്, എവിടെയാണ് മാർക്ക് സ്കോറിംഗ് വരുന്നത്, ആ ഒരു തരത്തിൽ നോക്കിയിട്ട് പഠിക്കുക. ഈ പറഞ്ഞ പോയിന്റ്സ്, പറഞ്ഞ ഡെറിവേഷൻ ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അത് സ്ട്രെസ് ചെയ്ത് പഠിക്കാം. എനിക്ക് ആ തരത്തിൽ പോയാൽ മാത്രമേ ഈസി ആയിട്ട് പാസ്സാവും. ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്നുള്ള സബ്ജക്ട് ഈസി ആയിട്ട് പാസ്സാവുന്ന സബ്ജക്റ്റ് ആണ്. ഓക്കെ, പക്ഷെ അതിന് അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. കൊടുത്ത് പഠിച്ചാൽ മാത്രമേ അത് വരൂ. ഓക്കെ, ക്ലിയർ അല്ലേ പറഞ്ഞത്? ആകാശ്, അഖിൽ, അമിത്, Present, sir. അഞ്ജുൻ, കാർത്തിക്. Present, sir. Present, sir. കാർത്തിക് എപ്പോഴത്തേക്ക് അസൈൻമെന്റ് വെക്കുക? Sir, നാളെ നാളെയാ? ലാദിൻ. Present, sir. ഷഹസാദ്, മുക്താസിം, Present, sir. അസഫ്, Present, sir. ഫർദീൻ, Present, sir. ഫത്തേ, Present, sir. സമ, Present, sir. സിയാൻ. Present, sir. സിയാനെ ഞാൻ ലാസ്റ്റ് വിളിച്ചപ്പോ എന്താ പറഞ്ഞത്? സാറേ അന്ന് രാത്രി തന്നെ വെച്ചു സാർ. ഇപ്പൊ എനക്ക് കോള് വന്നിട്ടില്ല എന്നാലും. അങ്ങനെയല്ല, രാത്രി തന്നെ സബ്മിറ്റ് ചെയ്തേക്ക് സാറിന്റെ ജിമെയിലേക്ക് ഫോർവേഡ് ചെയ്തു. ജിമെയിലേക്ക് ഫോർവേഡ് ചെയ്തേക്ക് എഴുതിയിട്ട്. നിനക്ക് കിട്ടിയില്ലല്ലോ സിയാനെ. സാർ അന്ന് രാത്രി തന്നെ ഞാൻ ചെയ്തേക്ക്. ഒന്ന് നോക്കിയിട്ട് ഒന്ന് ഫോർവേഡ് ചെയ്യണേ. ആ സാർ, അന്ന് രാത്രി രാത്രി നിന്റെ ഞാൻ പാരന്റ് വന്ന് എന്നോട് വിളിക്കാൻ പറഞ്ഞല്ലേ? സാറേ വിളിച്ചാലേ സാറിന്റെ ഔട്ട് ഓഫ് കവറേജ് ഏരിയ ഓസ്ട്രേലിയ പിന്നെ വിട്ടുപോയി. ഇന്ന് ക്ലാസ് കഴിഞ്ഞ് എന്നോട് എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞേ. ആ സാർ, ജുമാ കഴിഞ്ഞിട്ട് വിളിക്കാം. ഓ, ജുമാ കഴിഞ്ഞിട്ട് വിളിക്കാം. ആ ആയിക്കോട്ടെ. അത് മെയിൽ എനിക്ക് കിട്ടിയില്ല. ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് അയക്കണേ. പോയിനോ ഇല്ലയോ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് അയക്കണേ. സെൻഡ് കണ്ടിട്ടുണ്ടായിരുന്നു സാർ, അന്ന് രാത്രി തന്നെ സെൻഡ് കണ്ടിട്ടുണ്ട്.
അവിടെ നിന്ന് എനിക്ക് വന്നിട്ടില്ല. നീ ഒന്ന് റീസെന്റ് ചെയ്യുന്നു. ഒന്ന് റീസെന്റ് ചെയ്ത നിഷാദ്, Present, sir. നിവേദ്, Present, sir. പ്രത്യുഷ്, Present, sir. രാഹുൽ, Present, sir. Present, sir. പ്രത്യുഷ്. ഓക്കെ, പ്രത്യുഷ് എന്താ സീരീസ് വീണ്ടും വെക്കാത്ത? പ്രത്യുഷ് Sir. എന്താ സീരീസ് വീണ്ടും വെക്കാത്ത? ഇന്ന് നോക്കും. തരുൺ, Sir. Sir, ആകാശിന്റെ ഫോൺ എന്താ ഹാങ് ആയി കേറാൻ പറ്റുന്നില്ല. ആണോ? സൗരവ്, Present, sir. സൗരവ്, ശ്രീരാഗ്, Present, sir. വിഷ്ണു, Present, sir. വിഷ്ണു എൻ, വിഷ്ണു എൻ, ധർമ്മേഷ്, Present, sir. ധർമ്മേഷ്. Present, sir. ഓക്കെ ഓക്കെ. വിഷ്ണു എൻ റൈറ്റ്. സാർ ആകാശ് പ്രസന്റ്. ആശ എന്ത് പറ്റിയ വിളിക്കുമ്പോ? സാറില്ല അന്നേരം ഞാൻ നന്നായി പോയില്ല സാർ. എന്നാലും നെറ്റ്വർക്ക് ഞാൻ പിന്നെ സാർ ലെഫ്റ്റ് അടിച്ചിട്ട്. Okay, okay. Then write down a question. A solid cylinder of diameter. A solid cylinder of diameter. A solid cylinder of diameter for a solid cylinder of diameter 4 meter has a height of 3 meters. A solid cylinder. എന്താടാ? Okay. A solid cylinder of diameter 4 meter and has a height of 3 meters. Has a height of 3 meters. Find the metacentric height. Find the metacentric height when it is floating in water. When it is floating in water with its axis vertical. With its axis vertical. The specific gravity of the cylinder. The specific gravity of cylinder is equal to 0.6. Okay. നോക്കി മുന്നേ ചെയ്തതാണ്, സീരീസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓർമ്മയില്ല.
ഒന്ന് ചെയ്ത് കിട്ടും നോക്കിയത്. ഗിവൺ ഡയമെൻഷൻസ് എടുത്ത് എഴുതുക. മെറ്റാസെൻട്രിക് ഹൈറ്റ് ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. മെറ്റാസെൻട്രിക് ഹൈറ്റിന്റെ ഇക്വേഷൻ ഇപ്പൊ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ മെറ്റാസെൻട്രിക് ഹൈറ്റിന്റെ ഇക്വേഷൻ? സോളിഡ് സിലിണ്ടർ ഡയമീറ്റർ 4 മീറ്റർ ആണ്, അതിന്റെ ഹൈറ്റ് 3 മീറ്റർ ആണ്. ഓക്കെ, ടോട്ടൽ ഹൈറ്റ് ആണ് 3 മീറ്റർ എന്ന് പറയുന്നത്. देखिए गिवन डायमेंशंस, diameter equal to 4 meter, height is equal to 3 meters, right? Then specific gravity adalundu, the gravity of cylinder, right, equal to 0.6. And the equation, എന്താ മെറ്റാസെൻട്രിക് ഹൈറ്റ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താ? എന്താ ശ്രീരാഗ് ഇക്വേഷൻ? ശ്രീരാഗ് എന്താ ഇക്വേഷൻ? 1/v minus bg. 1/v യോ? അല്ല, I/v minus bg. I/v minus bg. എന്താ I? Moment of inertia Moment of inertia about y axis. ചെയ്യുന്ന വർക്ക്, ചെയ്യുന്ന പ്രോബ്ലംസ് മനസ്സിലാക്കി തന്നെ ചെയ്യാൻ നിൽക്കണം. എന്നും ഉത്തരവുണ്ടോ എന്ന് നോക്കി എഴുതി വെക്കുന്ന തരത്തിലേക്ക് വേറൊരു. ഓക്കെ, മെറ്റാസെൻട്രിക് ഹൈറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് I/v മൈനസ് bg ആണ്, റൈറ്റ്? ഇതിൽ ഓരോ പാരാമീറ്റേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. I/v മൈനസ് bg. First of all, എന്താ I means moment of inertia of that cylinder. Okay, there നമ്മൾ ആ സർഫസ് എന്താണ്, ക്രോസ് സെക്ഷണൽ സർഫസിന്റെ ആണ്. ഈ ക്രോസ് സെക്ഷൻ അല്ലേ മുകളിൽ വരുന്ന അപ്രോക്സിമേറ്റ്ലി ഒരു സർക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ചോദിക്കണേ. ഓക്കെ, പ്ലാൻ വ്യൂവിലുള്ള ടോപ്പ് വ്യൂവിൽ വരുമ്പോൾ ഒരു ഫ്ലോട്ടിംഗ് ബോഡിയിൽ ഉണ്ടാകുമ്പോൾ, ഒരു സബ്മേർജ്ഡ് ബോഡിയിൽ ഒരു ഫ്ലോട്ടിംഗ് ബോഡി വരുമ്പോൾ എന്താ ഉണ്ടാവും? I എന്നുള്ളതിലാണ് ചോദിക്കുന്നത്. അതായത് ഈ ഒരു സർക്കിളിന്റെ കേസിലാണ് ചോദിക്കുന്നത്. ഓക്കെ, അതിന്റെ പ്ലെയിൻ സർഫസ് സെക്ഷണൽ സർഫസ് എന്താ വരിക? ഒരു സർക്കിളാ വരിക, റൈറ്റ്? ഒരു സിലിണ്ടറിന്റെ സെക്ഷണൽ സർഫസ് സർക്കിളാ വരിക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള I വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ,
ഐ വാല്യൂന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പൈ ഇന്നലെ നമ്മൾ ചെയ്തതാണ് 5d⁻⁴/64 റൈറ്റ്. നമ്മൾ ഇന്നൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ സർക്കിളിന്റെ ഐ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ട് 5d⁻⁴/64. ഇതിന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ചേ. ഐന്റെ വാല്യൂ എത്ര വരും? എന്താ ലെഫ്റ്റ് അടിച്ചു പോയത്? അറ്റൻഡൻസ് വളരെ കുറഞ്ഞല്ലോ. അറ്റൻഡൻസ് പറഞ്ഞവിടെ ലെഫ്റ്റ് അടിച്ചു പോയ ആളെ ധർമ്മേഷനുണ്ട്. അഖിലാണ്. കാർത്തിക് പോയോ? അഖില എവിടെ പോയത് ഇത്രയും നേരം? സാർ നെറ്റ് കട്ടായി. അഖിൽ നെറ്റ് കട്ടായതല്ല. സാർ ഇല്ല. ഉറപ്പന്നെ ആയില്ലേ നെറ്റ് കട്ടായതല്ല? അഖിൽ ആ സാർ ക്ലാസ്സിലുണ്ടോ? അപ്പൊ അഖില പറഞ്ഞ ലാസ്റ്റ് നമ്മൾ ചെയ്ത സ്റ്റെപ്പ് ഏതാ? സാർ ഞാൻ നെറ്റ് ലാസ്റ്റ് എപ്പോ കട്ടായി. നീ അറ്റൻഡൻസ് പറഞ്ഞപാടെ നീ പോയിനി. ഞാൻ പറഞ്ഞിട്ടില്ല, നിനക്കൊരു മെസ്സേജ് കിട്ടിയായിരുന്നു, എന്നിട്ടല്ലേ നീ വന്നത്? ഇല്ല സാറേ. എപ്പോഴാ നീ കട്ടായത്? അത് നേരത്തെ ഒരു കോള് വന്നിട്ട് കട്ടായി, പിന്നെ നെറ്റ് കിട്ടുന്നില്ല. കറക്റ്റ് അറ്റൻഡൻസ് എടുത്തോണ്ടാ വന്നിനി കോള്. ഇതൊക്കെ ഞാൻ വിശ്വസിക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ സ്വന്തമായിട്ടൊരു ഇത് വേണമെന്നേ ഉള്ളൂ. ഓക്കെ, ഇതെന്തേനു വേണ്ടിയിട്ടൊന്നല്ല ക്ലാസ്സിൽ ഇരിക്കാൻ പറയുന്നത്. ഓക്കെ, എനിവേ ഐന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയ? 5d⁴/64. 5 ഇൻറ്റു ഡി എത്രയായിരുന്നു? 4⁴/64. ഇതിന്റെ വാല്യൂ എത്ര വരുന്നത്? വാല്യൂ ഇല്ലേ? 7.8 sir. എത്ര? 12.56. എടാ പല വാല്യൂ. 12.56. 12.56. 12.56. Okay. Then
അത് കഴിഞ്ഞാൽ പിന്നെ വി കണ്ടുപിടിക്കണം നമ്മൾ. എന്താ പറഞ്ഞു ഞാൻ? വി എന്ന് പറയുന്നത് എന്താ? ഡെപ്ത് ഓഫ് ഇമേഴ്ഷനുമായിട്ട് റിലേറ്റഡ് വോളിയം ഓഫ് സിലിണ്ടർ ഇൻ വാട്ടർ ആണ്. അതായത് ഇത്രയും പോർഷൻ ഇതിനകത്തേക്ക് ഇമേഴ്സ്ഡ് ആയിട്ടുള്ള പോർഷൻ എത്രയാണോ അത് മാത്രമേ നമ്മൾ കാണൂ. ഓക്കെ, എത്ര പോർഷൻ ആണോ വാട്ടറിലേക്ക് ഇമേഴ്സ്ഡ് ആയിട്ട് നിൽക്കുന്നത് അത്രയും പോർഷനിലുള്ള സിലിണ്ടറിന്റെ വോളിയം. ഓക്കെ, അതിന് ആ വോളിയത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്പ്ലേസ് ചെയ്യാം. ഓക്കെ, ആ ഡിസ്പ്ലേസ്ഡ് എമൗണ്ട് ഓഫ് വാട്ടറിന്റെ എത്രത്തോളം വാട്ടറിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു ആ വോളിയം എഴുതുന്നുണ്ട്. ആ വോളിയം എന്തായിരിക്കും? ഇമേഴ്സ് ചെയ്യുന്ന സോളിഡ് സിലിണ്ടറിന്റെ വോളിയത്തിന് കറസ്പോണ്ടിങ് ആയിരിക്കും. ഓക്കെ, സോ അത് നമുക്ക് എന്ത് വേണം? ഡെപ്ത് ഓഫ് ഇമേഴ്ഷൻ കിട്ടണം. ഓക്കെ, ഡെപ്ത് ഓഫ് ഇമേഴ്ഷൻ നോർമലി സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുന്നത് 5/4 ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 5/4 d² ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താ വരിക? എത്രത്തോളം പോർഷൻ, ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 3 മീറ്റർ ആണ് അല്ലെ? എത്രത്തോളം പോർഷൻ ആണോ ഇമേഴ്സ്ഡ് ആകുന്നത് ആ ഹൈറ്റ് ആണ് എഴുതുന്നത്. സോ ഡെപ്ത് ഓഫ് ഇമേഴ്ഷൻ. റൈറ്റ്, ക്ലാസ്സിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം അതിന് ചെയ്യിച്ച ക്വസ്റ്റ്യൻ എഴുതും. ഈ ഡെപ്ത് ഓഫ് ഇമേഴ്ഷൻ കണ്ടുപിടിക്കേണ്ടിയിട്ട് ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ക്ലാസ്സിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ കാരണം ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ്. ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലം ഒന്നും ഓർമ്മയൊന്നുണ്ടാവില്ലല്ലോ. എങ്ങനെയാ ഡെപ്ത് ഓഫ് ഇമേഴ്ഷൻ കണ്ടുപിടിക്കുക? ഡെപ്ത് ഓഫ് ഇമേഴ്ഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ടെങ്കിൽ അത് ഇൻറ്റു സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു എത്രയാണോ ടോട്ടൽ ഹൈറ്റ്, ആ ടോട്ടൽ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡെപ്ത് ഓഫ് ഇമേഴ്ഷൻ ഓഫ് സിലിണ്ടർ കിട്ടും. ദാറ്റ് മീൻസ് 0.6. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സിലിണ്ടർ തന്നെ ആയിരിക്കണം, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ അല്ല, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സിലിണ്ടർ. 0.6 ഇൻറ്റു ടോട്ടൽ ഹൈറ്റ് 3. എത്ര ഡെപ്ത് ഓഫ് ഇമേഴ്ഷൻ വരിക? 1.8. 1.8 meters, right? Then depth of immation കിട്ടിയ വോളിയം കണ്ടുപിടിക്കാൻ കഴിയല്ലോ. വോളിയം ഒന്ന് കണ്ടുപിടിച്ചേ. വോളിയം is equal to 5/4 into 4² into 1.8. എത്ര വാല്യൂ വരുമോ? എത്രടാ? 22.62. 22.62. So I by V ആയി. ഐയും കിട്ടി, വിയും കിട്ടി. ഇനി എന്താ വേണ്ടേ നമുക്ക്? മെറ്റാസെൻട്രിക് ഹൈറ്റ് കണ്ടുപിടിക്കാൻ. ഇനി എന്താ വേണ്ടേ മെറ്റാസെൻട്രിക് ഹൈറ്റ് കണ്ടുപിടിക്കാൻ? BGന്റെ ഡയമെൻഷൻ കിട്ടും. That means center of buoyancyയും center of gravityയും തമ്മിലുള്ള ഡിഫറൻസ്, റൈറ്റ്? Center of buoyancyയും center of gravityയും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, സോ center of buoyancy center of gravity തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാൻ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഹൈറ്റിന്റെ സെന്ററിലായിരിക്കും എപ്പോഴും, റൈറ്റ്? സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റിന്റെ ടോട്ടൽ ഹൈറ്റിന്റെ സെന്ററിലായിരിക്കും G ഉണ്ടാവുക. ഓക്കെ, സെന്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത് ഈ ഇമേഴ്സ്ഡ് ആയിട്ടുള്ള ഹൈറ്റ് ഉണ്ടാവുമല്ലോ, നമ്മളിപ്പോ കണ്ടുപിടിച്ച് ഇമേഴ്സ്ഡ് ആയിട്ടുള്ള ഹൈറ്റ്, ആ ഇമേഴ്സ്ഡ് ആയിട്ടുള്ള ഹൈറ്റിന്റെ സെൻട്രൽ പോയിന്റ് ആയിരിക്കും എന്തുണ്ടാവുക? ബി ഉണ്ടാവുക. ഓക്കെ, സോ ഈ ബിയും ഈ ജിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ടോട്ടൽ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ്, ടോട്ടൽ ഡിസ്റ്റൻസിന്റെ പകുതി. എത്ര ടോട്ടൽ ഡിസ്റ്റൻസിന്റെ പകുതി? 1.5. ഓക്കെ, സപ്പോസ് ഞാൻ ഈ ഒരു പോയിന്റ് ഞാൻ എ കൊടുത്ത ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് എന്ത്? AG, സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ,
then center of buoyancy AB എത്ര വരും? ടോട്ടൽ ഡിസ്റ്റൻസിന്റെ ടോട്ടൽ ഇമേഴ്സ് ഡിസ്റ്റൻസിന്റെ പകുതി 1.8 പകുതി 0.9. സോ ഇത് തമ്മിൽ എ ജി മൈനസ് എ ബി എടുത്ത് നമുക്ക് എന്ത് കിട്ടും? എ ജി മൈനസ് എ ബി എടുത്ത് എന്ത് കിട്ടും? നമുക്ക് ബി ജി ഡിസ്റ്റൻസ് കിട്ടും. ദാറ്റ് മീൻസ് 1.5 മൈനസ് 0.9. That will be equal to 0.6 meter. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി? നമുക്ക് ഐ കിട്ടി, വി കിട്ടി, ബി ജിയും കിട്ടി. ഓക്കെ, പിന്നെ എന്ത് വേണം? മെറ്റാസെൻട്രിക് ഹൈറ്റ് കണ്ടുപിടിക്കണം. ദാറ്റ് മീൻസ് ജി എം, ദാറ്റ് ഈസ് ഐ ബൈ വി മൈനസ് ബി ജി. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഐ ബൈ വി മൈനസ് ബി ജിന്റെ വാല്യൂ എന്ന് വിളിച്ച് ഇത്ര ആൻസർ വരും മെറ്റാസെൻട്രിക് ഹൈറ്റിന്റെ. Negative 0.4. നെഗറ്റീവ് 0.04. 0.04 meters. ഇത്രയാണ് എന്ത് വരിക? മെറ്റാസെൻട്രിക് ഹൈറ്റ് വരിക. ഓക്കെ, ഇത് നെഗറ്റീവ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പറയുന്നത് എം വാല്യൂ ഉണ്ടാവും. മെറ്റാസെൻട്രിക് ഹൈറ്റിന്റെ എം വാല്യൂ നമ്മൾ സ്റ്റെബിലിറ്റി പറയുന്നത്, ഫ്ലോട്ടിംഗ് ബോഡീസിന്റെ സ്റ്റെബിലിറ്റി പറയുന്നത് എമ്മിന്റെയും ജിന്റെയും പൊസിഷൻ വെച്ചിട്ടല്ലേ? എം ജിന്റെക്കാൾ അടിയിലായിരിക്കും. ഓക്കെ, ഇത് നെഗറ്റീവ് വാല്യൂ കാണിക്കാൻ അർത്ഥം എന്ന് വെച്ചാൽ എം വിൽ ബി ബിലോ ദ ജി ആയിരിക്കും. സോ ജി എവിടെ ഉണ്ടാവും? എം എവിടെ ഉണ്ടാവും? ഓക്കെ, ഈ ഒരു പൊസിഷനിലാണ് ഉണ്ടാകുക. ഇതെന്ത് ഇക്വിലിബ്രിയം വരിക? എം ജിന്റെ അടിയിൽ പോയാൽ താഴെ വരുമ്പോ എന്ത് ഇക്വിലിബ്രിയം ഉണ്ടാവുക? സ്റ്റേബിൾ ആണോ, അൺസ്റ്റേബിൾ ആണോ, ന്യൂട്രൽ ആണോ? സ്റ്റേബിൾ ആയിരിക്കും. അതൊന്ന് നോട്ട് നോക്കിയിട്ട് ഒന്ന് മനസ്സിലാക്കുക, സ്ലൈഡ് എടുത്ത് നോക്കുക, അന്നേരം മനസ്സിലാവും. സീരീസ് ഒക്കെ എഴുതിയതാണ്. അൺസ്റ്റേബിൾ ആയിരിക്കും, ഉറപ്പല്ലേ? അൺസ്റ്റേബിൾ ആണ്. നോക്ക് സ്ലൈഡ് എടുത്തിട്ട്. ഓക്കെ, ഇത്രയാണ് നിങ്ങളെ ഫസ്റ്റ് മോഡ്യൂളിന്റെ ഇതൊരു റിവിഷൻ പോലെ പറഞ്ഞത്. അടുത്ത ദിവസം തിങ്കളാഴ്ചത്തേക്ക് വരുമ്പോ വൃത്തിയായിട്ട് ഫസ്റ്റ് മോഡ്യൂൾ ഇനി ഒന്ന് ഒരുവിധ പ്രോബ്ലം ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വൃത്തിയായിട്ട് സെക്കൻഡ് മോഡ്യൂൾ ഒന്ന് നോക്കിയിട്ട് വന്നാൽ മതി. ഇവിടെ എത്തിയിട്ട് ഞാൻ ചോദിക്കുമ്പോൾ ഇക്വേഷൻസ് ഒക്കെ ചോദിക്കുമ്പോൾ സാർ വേറെ വീട്ടിലേനും നോട്ട് കൊണ്ടുപോയിട്ടില്ലേനും പഠിച്ചിട്ടില്ലേനും മറന്നുപോയില്ലേനും ഇങ്ങനത്തെ ലൊട്ട റീസൺസും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. ഓക്കെ, സെക്കൻഡ് മോഡ്യൂൾ ഒന്ന് മറിച്ച് 2 ദിവസം കൊണ്ട് ശനിയും ഞായറും ഇരുന്ന് നോക്കിയിട്ട് വന്നാൽ മതി. മറന്നുപോയി വേറെ വീട്ടിൽ പോയി അങ്ങനത്തെ റീസൺസും കൊണ്ട് വരണ്ട. അതുകൊണ്ടാ മുൻകൂട്ടി പറയുന്നു. ഓക്കെ, അപ്പൊ ശരി, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.